ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോഡ് മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ഈ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് കേളി ഹെയർ ഗേൾസിന് പറ്റിയ കുറച്ച് ഹെയർ ലുക്സ് ചെയ്യാമെന്ന്. ഞാൻ വലിയ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഒട്ടും അറിയത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കൊള്ളാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കുറച്ച് ആക്സസറീസ് ഉണ്ട് ഞാൻ ഹെയറിന് ഓണത്തിന് വേണ്ടി മാത്രമല്ല, ഞാനിതിൽ കുറച്ച് ആക്സസറീസ് ഒക്കെ അല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിലൊന്നാണ് ഈ ഹെയർ ക്ലിപ്പ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ഹെയർ ക്ലിപ്പ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിയ ഒരു ഹെയർ ക്ലിപ്പാണ്. ഇത് കൂടെ ഒരു 3-4 ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാണ് ഒരു ആക്സസറി. പിന്നെ ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഇത് വെച്ചിട്ടൊരു ഹെയർ സ്റ്റൈലാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ ഭയങ്കര എല്ലായിടത്തും പണ്ട് കാലം മുതലേ ഉള്ള ടൈപ്പ് ഓഫ് ഹെയർ ക്ലിപ്സ് ആണ് ഇതൊക്കെ. ഒരെണ്ണം ഇത് വെച്ചിട്ട് ഹെയർ സ്റ്റൈലാണ്. പിന്നെ 2 ഇങ്ങനത്തെ ടിക് ടാക് ക്ലിപ്സ്. ഇതിൻ്റെ ബ്ലാക്ക് അല്ല, ഇത് വേറൊരു കളറാണ്. ഇവിടെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. ആർട്ടിഫിഷ്യലാണ്, ഇതിനിപ്പോഴും മുല്ലപ്പൂവിൻ്റെ മണമുണ്ട് കേട്ടോ. ഇത് എല്ലാ റോസ് എന്ന് പറയുന്ന ഒരു, ഞാൻ എൻ്റെ പ്രീവിയസ് ഓണം കളക്ഷൻ ക്ലോത്ത്സ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. എല്ലാ റോസിനെ കുറിച്ച് ഞാൻ അതിനകത്ത് പറഞ്ഞാണ്. ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് എല്ലാ റോസ് തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാണ്. ഇതും അവരുടെ നിന്നാണ്. അവരുടെ നിന്ന് കുറച്ച് ജ്വല്ലറീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ജ്വല്ലറി അപ്ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള വേറെ കുറച്ച് ആക്സസറിയാണ് ഇങ്ങനത്തെ. ഇത് ആക്ച്വലി എൻ്റെ മോളുടെയാണ്. എൻ്റെ കയ്യിൽ പ്ലെയിൻ ബ്ലാക്ക്സ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആയിട്ടുള്ള ചെറുതായിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നോർമലി എപ്പോഴും ഇങ്ങനെ സൈഡിലിട്ടാണ് മുടിയിടാറ്. പിന്നെ ഈ ഓണം ലുക്കിന് വേണ്ടി എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നടുവീച്ചിലെടുത്ത് ചെയ്യാൻ വേണ്ടി. നടുവീച്ചിലെടുത്ത് എനിക്കത്ര ചേരാറില്ല. ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഹെയർ സ്റ്റൈൽസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും നമുക്ക് ചേരുകയില്ലാത്തതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അവിടെ ഒരു കുഞ്ഞ് നൂത്തുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ബ്ലാക്ക് ഉണ്ട്, അതാട്ടോ ഏറ്റവും നല്ലത്. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ചെറിയൊരു പാർട്ട് എടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു കുറച്ച് പാർട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ട്യൂബ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ അപ്പോൾ നമ്മൾ ബാക്കിൽ പുറകെ കെട്ടി വെച്ചിരുന്നത് അഴിച്ചിട്ട് നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കേളി ഹെയർ ആയതാണ് നമ്മളിങ്ങനെ, അതായത് ഷോർട്ട് ഹെയർ ഉള്ളവർക്കായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇടുക. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ പൂ എടുത്തിട്ട് ആക്ച്വലി ഇങ്ങനെ ഇട്ടാൽ പോലും നല്ല ഭംഗിയായിട്ടോ. നിങ്ങൾക്ക് വേറെ അഴിച്ചിടാനൊക്കെ മുടി താല്പര്യം, വെറുതെ ഇങ്ങനെ അഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചീപ്പ് വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അത് പക്ഷെ കേളി ഹെയർ ഒക്കെ എപ്പോഴും നമ്മൾ ചെറിയ കൈ കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു കേൾസൊക്കെ നന്നായിട്ട് വരാം. ഇതിങ്ങനെ എടുത്തിട്ട് ചെറിയൊരു ട്യൂബ് ഇതിലേക്ക് ഇടുക. നമുക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും. ക്ലിയർ ആയതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ടൊന്നും കിട്ടില്ല. കുറച്ച് സെൻറ്റർ പോർഷൻ ഒന്നും നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതിങ്ങനെ കുത്തിയാക്കാം. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും ഇത് ഇങ്ങനെ ഇതിലിരിക്കും.
നമുക്ക് പൂ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആക്സസറീസ് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ക്യൂട്ടാക്കാൻ പറ്റും. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കും. എനിക്കിവിടെ ഫ്രണ്ടിൽ ഫ്രിഞ്ച് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഇതായിരിക്കും. ഇനി ഈ നടുക്കിത് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഇവിടുന്ന് ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുത്തിട്ട്, ഫ്രിഞ്ചൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം മാത്രം, സെൻറ്റർ പോർഷൻ മാത്രം നമുക്ക് നടു വെച്ചെടുത്ത് അങ്ങനെയും വേണം ചെയ്യാം. ഈസിയാണ്, അത് ഈസിയാണ്. ചില ഹെയർ സ്റ്റൈൽസ് ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് ചുമ്മാ ഇട്ടിട്ട് പോയാൽ മതി, നല്ല ഉള്ളും തോന്നും. പക്ഷേ വേറെ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ 2 പ്രാവശ്യം കൈ കൊണ്ട് തൊടുമ്പോൾ അത് ഡ്രൈ ആവും. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. ഹെയർ ഉള്ളവർക്കറിയാം ഞാൻ പറഞ്ഞെന്താണെന്നുള്ളത്. പിന്നുള്ള ഹെയർ സ്റ്റൈൽ ദണ്ട് ഇങ്ങനെ വന്നിട്ട്, ഇത് നമ്മൾ ഫുൾ എടുക്കില്ല, ഹാഫ് ഇങ്ങനെ എടുത്തിട്ട്, ഞാനിപ്പോൾ ഫോണിൽ നോക്കി ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ വേറെ ഡയറക്ഷൻ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അത് വീണ്ടും ഞാൻ ഈ ക്ലിപ്പ് തന്നെ കുത്തുന്നത്. വീണ്ടും ഇതുപോലെ തുറന്നും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കുത്തി. നോർമൽ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ എടുക്കാം. നമ്മളിങ്ങനെ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, ഇവിടെ വയ്ക്കാം. ആദ്യത്തെ പോർഷൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും എടുക്കുക, അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ എടുക്കുക, നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ പോർഷൻ ഇങ്ങനെ ഇരിക്കും. ഹാഫ് പാർട്ടോളം, ഹാഫ് അല്ല കുറച്ച് ഭാഗം ഇടുക. ഇത് കൂടുതൽ ലോങ് ഹെയർ ഉള്ളവർ ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം ഒരു ലെങ്ത്ത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എടുത്തില്ല ഈ ഭാഗത്തിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഇങ്ങനെ എടുക്കാം. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ പഫി ആയിട്ട് എടുക്കാം. ഇത് പിന്നെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. ഇവിടെ ഇങ്ങനത്തെ ക്ലിപ്പ് കൊടുത്താൽ അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെ മണ്ണെടുത്തിട്ട് മണ്ണ് ഒത്തിരി ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഭംഗി ഉണ്ടാവില്ല. ഒരു തവണ ഒറ്റ ട്വിസ്റ്റ് ചെയ്യാവുള്ളൂ. മണ്ണെടുത്തിട്ട് നമ്മൾ മണ്ണെടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പഫി ആക്കി എടുക്കണം. നമ്മൾ സെക്കൻഡ് എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മുടി എടുക്കുക. അതിങ്ങനെ പിരിച്ച് പോകാം. അതിന് കുറച്ച് ബുഷിയായ ഹെയർ ആയതുകൊണ്ട്